പട്ടയത്തിലെ തെറ്റ് തിരുത്താൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് അസിസ്റ്റന്റ് വിജിലൻസിന്റെ പിടിയിലായി. മലപ്പുറം തിരുവാലി വില്ലേജ് അസിസ്റ്റന്റ് നിമിയത്തുള്ളയാണ് പിടിയിലായത്. പട്ടയത്തിലെ തെറ്റ് തിരുത്താൻ ആവശ്യപ്പെട്ടത് 7.5 ലക്ഷം രൂപയാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, ഇയാൾ വലയിലായത് എങ്ങനെ? വിപിൻ, 7.5 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. പട്ടയത്തിലെ തെറ്റുതിരുത്താൻ 1 ഏക്കർ 34 സെന്റ് സ്ഥലത്തിന് വേണ്ടി അതിലെ പട്ടയത്തിലുള്ള തെറ്റുതിരുത്തുന്നതിന് വേണ്ടിയാണ് 7.5 ലക്ഷം കൈക്കൂലി ചോദിച്ചത്. അതിൻ്റെ ആദ്യ ഗഡുവായിട്ടുള്ള 2 ലക്ഷം രൂപ, അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള 50,000 രൂപയാണ് ഇന്ന് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ഈ 50,000 രൂപ നൽകുന്നതിന് ഇടയിലാണ് വിജിലൻസ് എത്തുകയും കയ്യോടെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. നെയ്മത്തുള്ള എന്നുള്ള ആളാണ് പിടിയിലായിരിക്കുന്നത്. ഇദ്ദേഹം കാരക്കുന്ന് സ്വദേശിയാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി നോക്കുകയായിരുന്നു. അപ്പോൾ ഈ പണം ചോദിച്ചതിന് ശേഷം ഇന്ന് ഈ കാരക്കുന്ന് പ്രദേശത്ത് റോഡ് സൈഡിൽ തന്നെ വെച്ച് ഈ പണം കൈമാറാം എന്നുള്ളതായിരുന്നു വ്യവസ്ഥ. ഇങ്ങനെ കൈമാറുന്നതിനിടയിലാണ് ഇപ്പോൾ വിജിലൻസ് എത്തുകയും പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയും ചെയ്യുകയാണ്. അപ്പോൾ 2 ലക്ഷം രൂപയായിരുന്നു ആദ്യ ഗഡു മാത്രമായി ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറം ജില്ലയിൽ മാത്രം ഈ മാസം മൂന്നാമത്തെ ആളെയാണ് ഇപ്പോൾ വിജിലൻസ് കൈക്കൂലി കേസിൽ പിടിക്കുന്നത്. കാവന്നൂർ പഞ്ചായത്ത് സെക്രട്ടറി, തിരൂർ ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസർ എന്നിവരും ഈ മാസം തന്നെ കൈക്കൂലി കേസിൽ പിടിയിലായി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ശരി, പട്ടയത്തിലെ തെറ്റ് തിരുത്താൻ ആവശ്യപ്പെട്ടത്, ഇയാൾ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് 7.5 ലക്ഷം രൂപയാണ്. വിപിൻ സി വിജയൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.